പ്രതിപക്ഷത്തുള്ള നേതാക്കളും അവിടേക്ക് എത്തുന്നു. ഷിബു ബേബി ജോണിനെയും അവിടെ ദൃശ്യങ്ങളിൽ കാണാം. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ കൂടി എടുക്കേണ്ടതുണ്ട്. BJP പ്രവർത്തകരുടെ പ്രതിഷേധമാണ് അവിടെ നിൽക്കുന്നത്. ഷിബു ബേബി ജോണും അവിടെ സ്കൂളിലേക്ക് കയറാൻ വലിയ ഗേറ്റാണ്. ഗേറ്റ് പുറത്തു നിന്നും അടച്ചിട്ടിരിക്കുന്നു. ഗേറ്റ് തള്ളി തുറക്കാനുള്ള ശ്രമമാണ് ഒരു വശത്ത് നടക്കുന്നത്. പോലീസ് തടയാൻ ശ്രമിക്കുന്നുണ്ട്. സ്ഥലത്ത് വലിയ രീതിയിൽ പോലീസിനെ വിന്യസിച്ചിരിക്കുന്നു. പോലീസും ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. സ്കൂളിൽ വിവിധ തരത്തിലുള്ള പരിശോധനകൾ നടക്കുകയാണ്. KSEBയുടെ വീഴ്ച, സ്കൂൾ അധികൃതരുടെ വീഴ്ച, ഇതൊക്കെ തന്നെയും പരിശോധിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയിരിക്കുന്നു. സ്കൂളിലെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ടും അവിടെ സംശയം ഉയരുന്നുണ്ട്. എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. സഹപാഠിയുടെ ചെരുപ്പെടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കെട്ടിടത്തിന് മുകളിലേക്ക് മിഥുൻ കയറിയത്. വീഴാൻ പോയപ്പോൾ പിടിച്ചത് ഇലക്ട്രിക് കമ്പിയിലായിപ്പോയി. ആ കമ്പി ആ കെട്ടിടത്തിൻ്റെ ആസ്ബറ്റോസ് ഷീറ്റിലാണ് ചേർന്ന് നിന്നിരുന്നത്. പെട്ടെന്ന് ഷോക്കടിക്കാവുന്ന രൂപത്തിൽ തന്നെയാണ് ആ കമ്പി കിടന്നിരുന്നത്. ഇതൊന്നും സ്കൂൾ അധികൃതർ ഇത്ര ദിവസമായിട്ടും കാണുന്നുണ്ടായിരുന്നില്ലേ എന്ന ചോദ്യമുണ്ട്. വലിയ പ്രതിഷേധത്തിലേക്ക് സ്കൂളിന് പുറത്ത് പ്രതിഷേധക്കാർ നിരന്നു നിൽക്കുകയാണ്. അകത്തും കുറച്ചു പേരുണ്ട്. ഇപ്പോൾ ഷിബു ബേബി ജോണിനെ ദൃശ്യങ്ങളിൽ കാണാം. വിദ്യാഭ്യാസ മന്ത്രിയും കൊല്ലത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നു. വർഷത്തോടു കൂടിയാണ് അദ്ദേഹം നേരത്തെ പ്രതികരിച്ചത്. സ്കൂൾ പ്രിൻസിപ്പലിനും ഹെഡ് മിസ്ട്രസിനും എന്താണ് പണിയെന്നാണ് അദ്ദേഹം ചോദിച്ചത്. പക്ഷേ ഈ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് സ്കൂളുകളുടെ അവസ്ഥ സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പിനുള്ള ഉത്തരവാദിത്വം അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ KSEB പരാതി ലഭിച്ചിട്ടും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞതും പരിശോധിക്കേണ്ടി വരും. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനെ തുടർന്ന് അമ്മ വിദേശത്ത് ജോലിക്ക് പോയി എന്നാണ് നാട്ടുകാർ പറയുന്നത്. അച്ഛനും ജോലി വല്ലപ്പോഴും കിട്ടുന്ന മേസ്തിരിപ്പണിയാണ് എന്നും പറയുന്നു. 2 സഹോദരങ്ങളിൽ മൂത്തയാളാണ് മിഥുൻ. ദിലീപ് ഇപ്പോൾ ഷിബു ബേബി ജോൺ സ്കൂളിനകത്തേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് ഈ ഘട്ടത്തിൽ എടുക്കാം. ഇപ്പോൾ വളരെ വേഗം തന്നെ ഈ അനാസ്ഥയുടെ ചിത്രം അത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മുന്നിലേക്ക് എത്തേണ്ടതുണ്ട്. റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ആ റിപ്പോർട്ട് നൽകാൻ വേണ്ടി വിവിധ തരത്തിലുള്ള പരിശോധനകളോടെ പുരോഗമിക്കുന്നുമുണ്ടല്ലോ. എന്താണ് അത് സംബന്ധിച്ച് നമുക്ക് നൽകാവുന്ന കാര്യം? അതോടൊപ്പം തന്നെ ബാലാവകാശ കമ്മീഷനും ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു സ്വമേധയാ. സ്മൃതി, ഷിബു ബേബി ജോൺ അല്പസമയം മുമ്പാണ് ആ സ്കൂളിൽ എത്തിയിരിക്കുന്നത്. സ്ഥലം സന്ദർശിച്ച ശേഷം അദ്ദേഹം പ്രതികരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, ബാലാവകാശ കമ്മീഷൻ അടക്കം ഇപ്പോൾ കേസെടുക്കുന്ന സാഹചര്യത്തിലേക്ക് അടക്കം എത്തിയിരിക്കുന്നു. കാരണം ഒരു വലിയ അപകടം ആർക്ക് കണ്ടാലും അത് അപകടമാണെന്നും കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് മുകളിൽ ഇത്തരത്തിലുള്ള ഒരു ലൈൻ കമ്പി തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ കുട്ടികളോ അല്ലെങ്കിൽ കുട്ടികളൊരു വടിവെച്ച് തട്ടിയാൽ പോലും കയ്യെത്തുന്ന ദൂരത്ത് വടിവെച്ച് തട്ടിയാൽ പോലും അപകടമുണ്ടാകുമെന്ന് കണ്ടാൽ മനസ്സിലാകുന്നത് അധ്യാപകർക്ക് മനസ്സിലായിട്ടില്ലേ എന്നുള്ളൊരു ചോദ്യം. എന്തായാലും ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ മിഥുന്റെ മുത്തച്ഛൻ സംസാരിക്കുന്നു. പ്രവീണിനൊപ്പമുണ്ട്. പ്രവീൺ മിഥുന്റെ വീടിനടുത്താണ്. പ്രവീൺ, അവരെ സംബന്ധിച്ചിപ്പോൾ പ്രതികരിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പോഴും അവരെന്താണ് ഇപ്പോൾ പറയുന്നത് കുട്ടിയുടെ മരണത്തെ സംബന്ധിച്ച്? സ്മൃതി, ഇപ്പോൾ മിഥുൻ്റെ മുത്തശ്ശൻ ഇപ്പോൾ ബന്ധുക്കളുമായിട്ടൊക്കെ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മിഥുൻ്റെ അമ്മ ഈ വിവരം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൂടി അവരെ സംബന്ധിച്ചുണ്ട്. കാരണം ഇതെങ്ങനെ അറിയിക്കും എന്നൊരു സങ്കടം കൂടി അവരുടെ ഭാഗത്തുണ്ട്. ഇപ്പോൾ ഫോൺ വിളിച്ചപ്പോൾ അവരെന്താണ് പറയുന്നത്? ഫോൺ വിളിച്ചിട്ട് പറഞ്ഞത് അവരെ കിട്ടുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് അവർ പോയ സ്ഥലത്ത് വരണം, വന്നെങ്കിലേ കയറി വരാൻ പറ്റത്തുള്ളൂ.
തുർക്കി പോയിരിക്കുക. അമ്മ തുർക്കിയിലാണ്. തുർക്കി പോയിരിക്കുക, 2 മാസമായി തുർക്കി പോയിരിക്കുക. അപ്പോൾ തുർക്കിയിൽ നിന്നും അങ്ങോട്ടേക്ക് അറിയിക്കാൻ ഒരു മാർഗവും കാണുന്നില്ല, അങ്ങനെയാണോ? ഏജന്റ് മുതലേ അറിയിക്കാൻ പറ്റത്തുള്ളൂ. ഏജന്റിനെ ബന്ധപ്പെട്ടോ? ഏജന്റിനെ ബന്ധപ്പെട്ടൊക്കെ കിട്ടുന്നില്ല. ഈ വീട്ടിൽ ഈ പിള്ളേരെൻ്റെ കൂടെ ഞാൻ ഇച്ചിരി കിഴക്കാണ് താമസിക്കുന്നത്. ഞാൻ 9:30-10 മണിയായപ്പോൾ വിളിച്ച് പറഞ്ഞതാണ്. ഞാൻ ആശുപത്രിയിലോട്ട് എല്ലാം പറഞ്ഞു. അങ്ങനെ ആശുപത്രിയിൽ പോയി. 2 മക്കളും അച്ഛനുമാണ് ഇപ്പോൾ താമസിക്കുന്നത്. ആ അതെ. അറിയിച്ചെന്നൊക്കെ വിളിച്ചെന്നൊക്കെ കിട്ടുന്നില്ല. അപ്പോൾ വേറെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വിളിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തുറന്നപ്പോൾ പോയതാ. ഇപ്പം മാറി 8ാം ക്ലാസ്സിലായി. 8ാം ക്ലാസ്സിൽ ഇപ്പോൾ തുർക്കിയിലാണ്. എത്ര നാൾ മുമ്പാണ് പോയത്? 8 മാസമായി. 2 മാസം കൊണ്ട് തുർക്കി പോയത്. അപ്പോൾ വീട്ടിലേക്ക് കോൺടാക്ട് ചെയ്യാറില്ലേ അമ്മ? ഫോണൊക്കെ വിളിക്കും. എന്നെ അങ്ങനെ വിളിക്കാറില്ല, അവനെ വിളിക്കും. ആ നമ്പറിൽ തിരിച്ച് നമുക്ക് ശ്രമിച്ച് നോക്കാൻ അവർ വിളിച്ചുകൊണ്ടിരിക്കുക. ജോലിക്ക് ചിലപ്പം ജോലി ചെയ്യുമായിരിക്കും അല്ലേ, അതുകൊണ്ടായിരിക്കും കിട്ടാത്തത്. ചേട്ടന്റെ മകന്റെ ഭാര്യയാണ്. അതെ, ഞാൻ വീട്ടിൽ സ്മൃതി, അവർക്ക് അദ്ദേഹത്തിന് വിജയൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മിഥുന്റെ മുത്തശ്ശനാണ്. വളരെയധികം ദുഃഖത്തോടുകൂടിയാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരു പ്രതിസന്ധിയിലാണ്. കാരണം മിഥുൻ്റെ അമ്മയെ വിവരം അറിയിക്കാൻ അവർക്ക് കഴിയുന്നില്ല. തുർക്കിയിലാണ് ഇപ്പോൾ അമ്മയുള്ളത്. ഏജന്റുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു. അവരിപ്പോൾ പരമാവധി അത് വിവരം അറിയിക്കാനുള്ളൊരു ശ്രമത്തിൽ കൂടിയാണ്. ഏതായാലും ബന്ധുക്കളൊക്കെ ഇപ്പോൾ ഇവിടെ തന്നെയുണ്ട്. ഞാനിപ്പോൾ വീടിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ മിഥുൻ്റെ കൂട്ടുകാരും കൂടിയുണ്ട്. ദാ കാണുന്നതാണ് മിഥുൻ ഇവിടെ സ്ഥിരമായിട്ട് കളിക്കാൻ വരുന്ന ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിലാണ് മിഥുൻ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. ഈ ഗ്രൗണ്ടിൻ്റെ എതിർവശത്താണ് മിഥുൻ്റെ വീട്. ഇന്ന് രാവിലെ മിഥുൻ്റെ അച്ഛൻ ട്യൂഷൻ സെന്ററിലേക്ക് മിഥുനെ കൊണ്ടുവിട്ടിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വാഹനത്തിലാണ് കൊണ്ടുവിട്ടത്. പിന്നീടാണ് സ്കൂളിലേക്ക് പോയതെന്ന് പറയുന്നു. ഇവിടെ മിഥുനെ ഇന്ന് രാവിലെ കണ്ടിരുന്നോ നിങ്ങൾ? ഇല്ല, ഇന്ന് കണ്ടില്ല. ഇന്ന് ഇവൻ കണ്ടായിരുന്നു. രാവിലെ അവൻ സ്കൂളിൽ പോകുന്ന മുമ്പേ ഇവിടെ കളിക്കാൻ വരുന്നത്. ചിലപ്പോഴൊക്കെ വരുത്തോളൂ. അവർ അമ്മാമ്മ വന്ന് അടിച്ചവനെ കൊണ്ടുപോകും. അന്നേരം അവൻ എപ്പോഴും ചോദിക്കും എന്നെ എന്തിനാ എപ്പോഴും ഇട്ട് അടിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട്. ഭയങ്കര കാര്യം എല്ലാവരുടെ അടുത്തും. എപ്പോഴും ചിരിയേ ഉള്ളവർ അപ്പനെ പോലെ. എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന കുട്ടിയായിരുന്നു. എപ്പോഴും. പിന്നെ അതുപോലെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ കയറ് കെട്ടിയിട്ട് മേപ്പോട്ടെടുത്ത് എറിയും. എന്നിട്ട് താപ്പോട്ട് വന്നിട്ട് അത് വീണ്ടും എടുത്താൽ മേപ്പോട്ടെറിയും. അങ്ങനെയുള്ള പിന്നെ ഇടയ്ക്കൂടെ ഇരിക്കുമ്പം എന്തുവാ തിരിപ്പുകളൊക്കെ ഉണ്ട്. അല്ലാ കുഴപ്പമൊന്നുമില്ല. ആരെയും കൊണ്ടും വലിയതൊന്നുമില്ല. ഇന്ന് രാവിലെ ട്യൂഷൻ സെന്ററിലേക്കാണ് പോയത് അല്ലേ അച്ഛൻ കൊണ്ടുവിട്ടത്? ട്യൂഷൻ സെന്ററിൽ കൊണ്ടുവിട്ടു അവർ അച്ഛൻ. സ്കൂളിൽ എങ്ങനെയാണ് സ്ഥിരം പോകുന്നത്? സ്കൂൾ ബസ്സിലാണോ അതോ എങ്ങനെയാണ്? അറിയത്തില്ല. അതവരെ അച്ഛൻ ട്യൂട്ടറിൽ കൊണ്ടുവിടുമെന്ന് മാത്രമേ അറിയത്തുള്ളൂ, വേറൊന്നും അറിയത്തില്ല. സ്മൃതി, ഇതാണ് അവരുടെ കൂട്ടുകാരെ. മിഥുനേക്കാളും മൂത്തതാണ് അല്ലേ? മൂത്തതാണ്. 3 വയസ്സിന് മൂത്ത. 3 വയസ്സിന് മൂത്തതാണ്. പക്ഷേ അവർ പറയുന്നത് ആ കുട്ടികൾക്കും വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു മിഥുൻ. ഈ കാണുന്ന ഗ്രൗണ്ടിലൊക്കെ വരുമ്പോൾ മിഥുൻ എന്തൊക്കെയാണ് കൂട്ടുകാരോടൊപ്പം. ശരി, മിഥുന്റെ വീടിന് പരിസരത്ത് നിന്നാണ് മിഥുന്റെ മുത്തശ്ശൻ ഇപ്പോൾ പ്രതികരിച്ചു. അമ്മ തുർക്കിയിൽ ജോലി ചെയ്യുകയാണ്. അമ്മ വിവരം അറിഞ്ഞിട്ടില്ല, വിവരം അറിയിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് മുത്തശ്ശൻ പറഞ്ഞത്. മിഥുൻ കളിച്ച ഗ്രൗണ്ട്, മിഥുന്റെ കൂട്ടുകാർ, ഇതൊക്കെയാണ് കണ്ടത്. സ്കൂളിന് ചുറ്റും വലിയ പ്രതിഷേധമായിരിക്കുകയാണ്. BJPയുടെ പ്രതിഷേധം, വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. അതിനിടയ്ക്ക് ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. അനുമതിയില്ലാത്ത കെട്ടിടമാണ് ഈ സൈക്കിൾ ഷെഡ് എന്ന് പറയുന്നത്. അനുമതിയില്ലാതെ നിർമ്മിച്ചതാണെന്ന് പഞ്ചായത്ത് പറഞ്ഞതായുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അനുമതിയില്ലാതെ ഈ സൈക്കിൾ ഷെഡ് എപ്പോൾ നിർമ്മിച്ചു, എത്ര കാലമായത് അവിടെയുണ്ട്? ഒരു ആസ്ബറ്റോസ് ഷീറ്റാണ് അതിന് മുകളിലുള്ളത്. അതിന് മുകളിലേക്കാണ് ഈ ഇലക്ട്രിക് ലൈൻ പൊട്ടി വീണ് കിടക്കുന്നത്. അതാണ് പെട്ടെന്ന് ഷോക്കടിക്കാൻ കാരണവുമായിരിക്കുന്നത്.